ആലപ്പുഴയിലെ കളർക്കോടുണ്ടായ അപകടം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്ന 5 വിദ്യാർത്ഥികളുടെ ജീവനാണ് നഷ്ടമായിട്ടുള്ളത്. അല്ലെ, ഒരു തവേരയുടെ കാറും അതുപോലെ തന്നെ KSRTCയും. ഈ തവേരയുടെ കാറ് നേരെ KSRTCയുടെ മുന്നിലേക്ക് പോയിട്ട് ഇടിക്കുകയായിരുന്നു. അല്ലെ, പിന്നെ ഈ കാറിന്റെ രണ്ട് വശമല്ല 2 ഡോർ പൂർണ്ണമായിട്ടും തകർന്നു എന്നുള്ളതാണ്. അങ്ങനെ 5 വിദ്യാർത്ഥികൾ അവിടെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ആ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ന്യൂസിലും മറ്റുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേയധികം ആളുകൾ പറയുന്നുണ്ട് ഇത് ദൈവത്തിന്റെ കളിയാണ്, ഒരു വിധിയാണ്, അവരുടെ വിധി ഇങ്ങനെയൊക്കെയാണ്, അതൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വാഹനം ഓടിച്ചിരുന്ന ആളുടെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തന്നെയാണ് കൂടുതലായിട്ടും തെറ്റുകൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇവർ സഞ്ചരിച്ച വാഹനം എന്ന് പറയുന്നത് 14 വർഷം, ഏകദേശം 14 വർഷം പഴക്കമുള്ള തവേരയാണ്. അപ്പോൾ 14 വർഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഊഹിക്കാലോ വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ആയിട്ടുണ്ടാകുമെന്ന്. വാഹനം ഓടിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും അതിന്റെ കണ്ടീഷൻ ഇപ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു വാഹനത്തിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. കൂടാതെ 6 പേര് ഇരിക്കേണ്ട വാഹനം, ആ വാഹനത്തിൽ 11 പേരാണ് അതിൽ ഇരുന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓവർലോഡ് എന്ന് വെച്ചാൽ അതിനെ ഇരട്ടിക്ക് ഡബിളായിട്ട് ആളുകൾ അതിൽ കുത്തി കയറി ഇരുന്നിട്ടുണ്ട്. കൂടാതെ മഴയും പെയ്യുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ രാത്രി കൂടെയാണ്, അതുകൂടെ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാത്രിയാകുമ്പോൾ ഗ്ലാസിന് ചെറിയ മങ്ങലുണ്ടാകും. മഴ കൂടെ പെയ്യുന്ന സമയത്ത് ഗ്ലാസിന് എന്തായാലും മങ്ങലുണ്ടാകും. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വാഹനം കൂടെയാണ്. ഗ്ലാസ് മുഴുവനായിട്ടും ക്ലോസ് ചെയ്തിട്ട് മാത്രമേ വാഹനം ഓടിക്കാൻ കഴിയുകയുള്ളൂ. ആ സമയത്ത് ഗ്ലാസ്സിൽ മൂടൽ വരും. പിന്നെ AC ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു മൂടൽ മാഞ്ഞു പോകും. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം നമ്മളോട് ശ്രദ്ധിക്കണം, ഇവരുടെ സ്വന്തമായിട്ടുള്ള വാഹനമല്ല, മറ്റാരുടെയോ കയ്യിൽ നിന്നും എടുത്തിട്ടുള്ള വാഹനമാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പെട്രോൾ മാത്രമേ ഏതൊരു വ്യക്തിയും, അങ്ങനെ മറ്റൊരാളുടെ വാഹനം എടുത്തു വരുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള പെട്രോൾ മാത്രമേ ആരും അതിൽ അടിക്കത്തുള്ളൂ. അത് തന്നെയായിരിക്കും ഇവരും ചെയ്തിട്ടുണ്ടാവുക. ആ സമയത്ത് AC ഇട്ട് കഴിഞ്ഞാൽ കുറെ കൂടെ പെട്രോൾ ചെലവാകുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു പക്ഷേ ACയും ഇട്ടിട്ടുണ്ടാകില്ല. അങ്ങനെ ഗ്ലാസിന്റെ മൂടലും എല്ലാം കൂടെ ആയിട്ടായിരിക്കും ഈ ഒരു അപകടം തന്നെ നടത്തിയിട്ടുണ്ടാവുക. അല്ലേ, പിന്നെ നോക്കേണ്ടത് വണ്ടിയുടെ ടയറിന്റെ കാര്യങ്ങൾ. റോഡിൽ ജലാംശങ്ങളുള്ള സമയമാണ്, മഴ പെയ്യുന്നുണ്ടല്ലോ, ടയറിന്റെ കണ്ടീഷൻ എന്താണ്, ആ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കണമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി സംബന്ധിച്ച് KSRTCക്കാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. നല്ല മഴയുണ്ടായിരുന്നു. മഴയുണ്ട്, വണ്ടി ഓവർടേക്ക് ചെയ്ത് ഞാൻ കണ്ട് ഞാൻ ചവിട്ടിയപ്പോൾ ഈ വണ്ടി പെട്ടെന്ന് തന്നെ റൈറ്റിലോട്ട് വണ്ടി തിരിഞ്ഞിട്ട് നേരെ ഒരു സൈഡും ഉണ്ട്, സ്ട്രൈറ്റ് ഓടി വന്നതല്ല, സൈഡോട് നേരെ നമ്മൾ വണ്ടിയുടെ നേരെ വരും. ഞാൻ മാക്സിമം ഇടത്തോട്ട് പിടിച്ച് ചവിട്ടി. അതിന് മുമ്പ് ഒരു 2-3 സെക്കൻഡ് ആയാലും വണ്ടി കയറി വന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ചവിട്ടാനേ പറ്റത്തില്ല. ഇടത്തോട്ട് പിടിച്ച് ചവിട്ടി. അത് നേരെ അകത്തോട്ട് അടിയിലോട്ട് വന്ന് കയറി. ആ ഇടത് സൈഡ് 2 ഡോറും ആ ഭാഗത്തോട്ട് വന്ന് കയറി. ഓവർ സ്പീഡ് എങ്ങനെയായിരുന്നോ? സ്പീഡുണ്ട് വണ്ടിക്ക്, ഓവർ സ്പീഡ് നല്ല വെള്ളമായുണ്ട്. ഓവർ സ്പീഡ് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അതല്ല, അത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരത്തില്ല വണ്ടി. ഓവർടേക്ക് ചെയ്ത് വന്നപ്പോഴും ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് കയറുമെന്ന് തോന്നി, ആ രീതിയിലാണോ വന്നത്? അല്ല, തിരിച്ച് പിടിക്കുമെന്ന് തോന്നി. പക്ഷേ തിരിച്ചവർ പിടിച്ചില്ല. ആ പിടിച്ച് ഒന്നെങ്കിലും ബ്രേക്ക് ചെയ്ത് കാണും, ആ സ്കിഡായി കയറി വന്നു. അതിനുള്ള സമയം തിരിച്ച് പിടിക്കാനുള്ള സമയം നമ്മൾ ഇച്ചിരി അകന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ അത് തിരിച്ച് പിടിച്ചില്ല. വണ്ടി ചവിട്ടി കൊടുത്ത് സ്കിഡായി നമ്മുടെ വണ്ടി പിടിച്ചു. അപ്പൊ ഇവിടെ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവർ ഓവർ സ്പീഡ് ഒന്നുമല്ല, എല്ലാവരും പറയുന്നുണ്ട് അമിതമായിട്ടുള്ള സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. നേരിട്ട് കണ്ട വ്യക്തിയാണല്ലോ. അപ്പോൾ ഓവർ സ്പീഡും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും തെറ്റില്ലാത്ത രീതിയിലുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ മാറിക്കൊടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ ഡ്രൈവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ കാറുകാർ മാറിക്കൊടുത്തില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അവർക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ടാകത്തില്ല. പിന്നെ ഒരു വശത്തേക്ക് ചെരിച്ചിട്ടാണ് അവർ ബ്രേക്ക് പിടിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മഴ പെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു വശത്തേക്ക് നമ്മൾ സ്റ്റിയറിംഗ് ഒടിച്ചു പിടിച്ച് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വണ്ടി എന്തായാലും സ്കിഡാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടയർ ഒരു ആവറേജ് ടയർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, സ്കിഡാകുമെന്നതിൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് ABS ഇല്ല എന്നുള്ളതാണ്. പഴയ മോഡൽ വാഹനമാണല്ലോ. ഏതായാലും കുറെ ആളുകൾ പറയുന്നുണ്ട് ഇത് വാടകയ്ക്ക് എടുത്ത വണ്ടിയാണ്, കാരണം വാടകയ്ക്ക് വാഹനം കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ വാടക എടുത്തിട്ടുള്ള വാഹനമാണ്, ആ രീതിയിലും കുറെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ വാഹനത്തിന്റെ ഉടമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ കേട്ട് നോക്കാം. എത്ര ദിവസത്തേക്കാണ് ഈ വണ്ടി വാടകയ്ക്ക്? സിനിമയ്ക്ക് പോയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോയത്. അത് ദിവസത്തേക്കൊന്നും വാടകയ്ക്ക് എടുത്തേ ഇല്ല. സുഹൃത്തായതിൻ്റെ പേരിൽ വണ്ടി കൊടുത്തു വിട്ടതാണ് സിനിമയ്ക്ക് പോകാനായിട്ട്. ഇതിൽ ആരെയാ പരിചയം? മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞ മുഹമ്മദ്, കണ്ണൂർ സ്വദേശി, മരിച്ച കുട്ടി. മരിച്ച കുട്ടി. മുഹമ്മദിൻ്റെ ചേട്ടൻ ഉണ്ട്, മിഷാൽ എന്ന് പറഞ്ഞ പുള്ളി തിരുവനന്തപുരത്ത് എഞ്ചിനീയറിന് പഠിച്ചിട്ടിരിക്കുക. അവനായിട്ടും പരിചയമുണ്ട്. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞ് കൊടുക്കുക, അത്യാവശ്യം സിനിമയ്ക്ക് നല്ല പോയിട്ട് രാത്രി തന്നെ എത്തിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു വിട്ടത്. എപ്പോഴാണ് വണ്ടി കൊണ്ടുപോയത്? ഒരു 7:30 മണി കഴിഞ്ഞപ്പോൾ ഇന്നലെ. എത്ര പേരുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞിരുന്നു? എൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ വന്ന 3. അപ്പോൾ ഇവിടെ വണ്ടിയുടെ ഓണർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. വാഹനം അവർക്ക് വാടകയ്ക്ക് നൽകിയതല്ല, പരിചയത്തിന്റെ പുറത്ത് കൊടുത്തു വിട്ടതാണ്. ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് രാത്രിയിലെങ്ങാണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ആരോ വിളിച്ചു പറഞ്ഞിട്ട്, ഇവരുടെ സഹോദരൻ വിളിച്ചു പറഞ്ഞിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ വിട്ടു തന്നതിന് ശേഷമാണ്
ഈ പുള്ളിക്കാരൻ വാഹനം കൊടുത്തിട്ടുള്ളത്, അങ്ങനെ പരിചയത്തിന്റെ പുറത്ത് കൊടുത്തിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന വാഹനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. കാരണം ആ വാഹനങ്ങൾ കുറേയധികം ആളുകൾ യൂസ് ചെയ്ത വാഹനമായിരിക്കും. ചിലവർ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകും. അങ്ങനെ പല രീതിയിൽ ഉപയോഗിച്ച വാഹനങ്ങളായിരിക്കും. അപ്പോൾ അതൊന്നും ആരും തന്നെ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ കേടുപാടുകൾ വന്നിട്ടുണ്ട്, ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആരും തന്നെ നോക്കാറില്ല. പക്ഷെ ഇവിടെ ഈ വാഹനത്തിൽ ഉടമ പറയുന്നത് ഒരിക്കലും അത് വാടകയ്ക്ക് കൊടുത്തതല്ല, റെന്റിന് കൊടുത്തിട്ടുള്ള വാഹനമല്ല. അവർ ചോദിച്ചത് കൊണ്ട്, അവരെ പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു വാഹനം കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. പിന്നെ കൂടാതെ ഇവിടെ ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇത്രയും പഴക്കമുള്ള വാഹനം, അതിന്റെ കണ്ടീഷൻ എന്താണ്, ബ്രേക്കിംഗ് എന്തൊക്കെയാണ്, ടയർ എത്രത്തോളം ഉണ്ട്, ആ രീതിയിലുള്ള എല്ലാ കാര്യവും ഇവിടെ ചെക്ക് ചെയ്യണമായിരുന്നു. അതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടോ, ഇവർ നോക്കിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. രാത്രി കൂടെയാണ്. അപ്പൊ ഏതായാലും ഈ വിദ്യാർത്ഥികൾ ഏതായാലും ചില്ലറക്കാരല്ല എന്നുള്ളതാണ്. കാരണം നീറ്റൊക്കെ നേടിയിട്ട് പിന്നീട് MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവരെ കുറിച്ചുള്ള ചെറിയൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്. നമുക്കത് കൂടെ കേട്ട് നോക്കാം. 2024 ഉന്നത റാങ്കും മാർക്കും കരസ്ഥമാക്കി ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിന് ചേർന്ന 5 വിദ്യാർത്ഥികളെയാണ് നമുക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നത്. ആയുഷ് ഷാജി നീറ്റ് 2024 677 മാർക്കോടുകൂടി 851 കേരള മെഡിക്കൽ റാങ്കോടുകൂടിയാണ് ഈ വർഷം ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനത്തിന് ചേർന്നത്. ദേവാനന്ദൻ ബി നീറ്റിൽ 680 മാർക്കും കേരളയിൽ 745 റാങ്കും നേടി തന്റെ സ്വപ്നമായിരുന്ന MBBS പഠനത്തിന് ചേർന്ന കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. മുഹമ്മദ് അബ്ദുൾ ജബാർ 676 മാർക്കും 876 കേരള റാങ്കോടുകൂടി +2 ശേഷം ഒരു വർഷം ഞങ്ങളുടെ ക്യാമ്പസിലുണ്ടായിരുന്ന വിദ്യാർത്ഥി. ശ്രീദീപ് വത്സൻ 660 മാർക്കും 1800 കേരള റാങ്കോടുകൂടി ആലപ്പുഴയിലേക്ക് എത്തിയ വിദ്യാർത്ഥി. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്രാഹിം PP. ഇന്നലെ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഞങ്ങളുടെ എല്ലാമായിരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ബെർലിനിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആദരാഞ്ജലി. ഏതായാലും ഈ കുട്ടികളെല്ലാം തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളായിരുന്നു അല്ലേ. അത് അവർ ആ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നീറ്റ് പരീക്ഷയ്ക്ക് നേടിയിട്ട് പിന്നെ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള കുറെ പ്രതീക്ഷകളുള്ള വ്യക്തികളായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അത് അവരുടെ അശ്രദ്ധ മൂലം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു വാഹനം അവർ ശരിക്കും നോക്കണമായിരുന്നു. അതിന്റെ ഗ്ലാസ് ആയിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും അവരൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. പിന്നെ ഓവർലോഡ് കയറ്റിയത് അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം കയറ്റാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് ഡബിൾ ആയിട്ടാണ് ഓവർലോഡ് ഇതിൽ കയറ്റിയിട്ടുള്ളത്. അത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണല്ലേ. എല്ലാവർക്കും ഒരു വലിയ വാഹനം കിട്ടുന്ന സമയത്ത്, എന്താ പറയുക, ഒരു 7 സീറ്റർ കിട്ടുന്ന സമയത്ത് അതിൽ എത്ര ആളെ വേണമെങ്കിലും ഇരുത്താം എന്നുള്ളൊരു ചിന്ത കൂടെ ഉണ്ട്. അത് നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യവും നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നീട് എന്തെങ്കിലും വന്ന് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഉള്ളൊരു ഏർപ്പാടാണ്. ഒരു കുറച്ച് അധികം സീറ്റുള്ള ഒരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര പേരെ വേണമെങ്കിലും കുത്തിക്കൊള്ളിക്കാം. അത് അങ്ങനത്തെ ഒരു വാഹനമാണ് എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഇതിലേക്ക് ഒരു വെയിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതിന് അത്ര മാത്രമേ ആളുകൾ കയറ്റാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ എന്തെല്ലാം വരാനുണ്ട്, കയറ്റം വരാനുണ്ട്, ഇറക്കം വരാനുണ്ട്, വളവ് വരാനുണ്ട്, യൂട്ടേൺ എല്ലാം നമ്മൾ അത് ആ ഒരു വാഹനം കൊണ്ട് ചെയ്യണ്ടേ. അതിനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഏതായാലും ഈ വാഹനം ഇങ്ങനെ എടുക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഇവർ പറയുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് മഴയും വെളിച്ചക്കുറവുമാണ്. സ്വാഭാവികമായിട്ടും ഉള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു സമയത്ത് മഴ ഉണ്ടായിരുന്നു, പിന്നെ ആ ഒരു സമയത്ത് രാത്രിയാണല്ലോ, അപ്പോൾ വെളിച്ചക്കുറവും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് വാഹനത്തിൽ അമിതഭാരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമിതഭാരം എങ്ങനെയായാലും ഈ ഒരു വാഹനത്തിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 11 പേരൊക്കെ ഒരു വാഹനത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ, അതും 6 പേര് ഇരിക്കേണ്ട വാഹനത്തിൽ 11 പേര് ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് അവരാലോചിക്കണമായിരുന്നു. കാരണം അത്രയും വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ്. 11 പേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താകും? അതും ഇത്രയും 14 വർഷം പഴക്കമുള്ള ഒരു വാഹനം 11 പേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താകും? അത് മഴയത്ത് കൂടെയാണ്. നമ്മൾ ചിന്തിക്കണം. മഴയത്തൊക്കെ വാഹനം ഓടിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. എല്ലാവരുടെയും ടയറും കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ABS ഇല്ലാത്ത വാഹനമാണ്. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പോലും അത്യാവശ്യം തേഞ്ഞ, അതായത് ഒരു ആവറേജ് തേഞ്ഞിട്ടുള്ളൊരു ടയറാണെന്നുണ്ടെങ്കിൽ സ്കിഡായി പോകും. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ പറയുന്നത് ഡ്രൈവറുടെ പരിചയക്കുറവ്. ലൈസൻസ് കിട്ടിയിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഡ്രൈവർക്ക് പരിചയക്കുറവ് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ലൈസൻസ് കിട്ടിയെന്ന് കരുതിയിട്ട് എല്ലാവരും പൂർണ്ണമായിട്ടുള്ള ഡ്രൈവേഴ്സ് ആവുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയിട്ടായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കുന്നത്. അവർ എന്താ പറയുക, ഒരു 8 അല്ലെങ്കിൽ HK ഇടാനുള്ള ആ ഒരു പരിചയം തരും. പിന്നീട് നമ്മൾ സ്വയം പഠിക്കാറാണ്. അപ്പോൾ ലൈസൻസ് കിട്ടിയെന്ന് കരുതിയിട്ട് അമിത വേഗതയിൽ പോവുക, അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ലൈസൻസിന്റെ 6 മാസമായിട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഡ്രൈവറുടെ ഒരു പരിചയക്കുറവും ഇവരിതിൽ കണക്കാക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഡ്രൈവർക്ക് മുൻപെങ്ങാനും വാഹനങ്ങൾ ഓടിച്ച് വീട്ടിൽ വാഹനങ്ങളൊക്കെ ഉള്ള ആ ഒരു വ്യക്തിയാണോ, പരിചയമുണ്ടോ, അത് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഏതായാലും അടുത്തതായിട്ട് പറയുന്നത് വാഹനത്തിന്റെ കാലപ്പഴക്കം, ബ്രേക്കിംഗ് വേവ്, എയർ ബാഗ് ഇല്ലാത്തത്.
ആ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. വാഹനത്തിന്റെ കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ 14 വർഷമാണ് ഇവർ പറയുന്നത്. 15 വർഷം കഴിഞ്ഞാലാണ് വാഹനം പിന്നീട് റീടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 14 വർഷമായിട്ടുണ്ട്, ഇനി ഏതോ അടുത്ത വർഷം എങ്ങാണ്ടാണ് തോന്നുന്നുണ്ട് അതിന്റെ റീടെസ്റ്റ് വരുന്നത് എന്നൊക്കെ പറയുന്നത് ആ ഒരു വ്യക്തി തന്നെ പറയുന്നുണ്ടായിരുന്നു, വണ്ടിയുടെ ഓണർ. അപ്പോൾ ഏതായാലും വാഹനത്തിന്റെ കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള സംഭവം തന്നെയാണ്. ഇത്ര കാലം കഴിഞ്ഞിട്ട് മാത്രം പിന്നീട് റീടെസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. പിന്നെ എയർ ബാഗ്, അതുപോലെ തന്നെ എന്താ പറയുക, ബ്രേക്കിംഗ് സിസ്റ്റം, അതായത് ABS, അതൊന്നും പഴയ വാഹനങ്ങളിലില്ല. പക്ഷെ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ആ ഒരു വാഹനം ഓടിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കാലപ്പഴക്കം എത്രത്തോളം ഉണ്ട്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചത് കൊണ്ട് മാത്രം നമ്മൾ വാഹനങ്ങൾ ഓടിക്കണം. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതി. കാരണം അതൊക്കെ ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഇത്, ഈ വാഹനം എത്രത്തോളം ബ്രേക്ക് പിടിച്ചാൽ എന്തൊക്കെയാണ് അവസ്ഥ, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ പറ്റുമോ, അതിനൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ടോ, ടയർ എന്തൊക്കെയാണ്, ആ രീതിയിലുള്ള എല്ലാ കാര്യവും നോക്കിയിട്ട് മാത്രമേ വാഹനം എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഓവർലോഡ്, ഇനിയും ഇത് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കേട്ടോ. അത് കുറേ അധികം ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ല എന്നുള്ളത്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇവരെ കുറ്റം പറയുകയല്ല. കാരണം ഇനിയും ഇതുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാഹനം പലരുടെ കയ്യിൽ നിന്നും എടുക്കുന്ന വ്യക്തികളുണ്ടാകും. അവരൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അല്ല ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് അതിനുശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിങ്ങനെ ഇനിയും ആളുകൾ എടുക്കും. എല്ലാവരും ഇങ്ങനെ വാഹനമില്ലാത്ത എത്രയധികം ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വാഹനം എടുക്കും, അല്ലെങ്കിൽ പരിചയക്കാരുടെ വാഹനം എടുക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുത്തി നിറച്ച് പോകാതിരിക്കുക, നമ്മളെല്ലാം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് ഓട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുക. അതിൻ്റെ ബ്രേക്ക് എത്രത്തോളം ഉണ്ട്, എന്താണ് അവസ്ഥ, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ളത്. അല്ലാതെ ഈ മരണപ്പെട്ടു പോയവർ കുറ്റം പറഞ്ഞു വന്നിട്ടുള്ളതല്ല കേട്ടോ. കാരണം ആദ്യമേ പറഞ്ഞു തരാം, ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും. കാരണം വാഹനം എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല റോഡിലുള്ളത്, അപ്പുറത്തുള്ളൊരു വ്യക്തി കൂടെയുണ്ട്. അവരെങ്ങനെയാണ്, എന്താണ്, ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു മിസ്റ്റേക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഏതായാലും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വാഹനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുക, ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അതിനുശേഷം മാത്രം എത്ര സ്പീഡിൽ പോകണം, എന്തൊക്കെ ചെയ്യണം, എപ്പോൾ ബ്രേക്ക് ചെയ്യണം. കാരണം ഈ ബ്രേക്ക് എന്നൊക്കെ പറയുമ്പോൾ ചില വാഹനങ്ങൾക്ക്, പഴയ വാഹനങ്ങൾക്കൊന്നും എന്നാൽ പിടിച്ചോണ്ട് നിൽക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം ചെക്ക് ചെയ്തിട്ട് ഒരു വാഹനം മുൻപിൽ കാണുന്ന സമയത്ത് എപ്പോൾ ബ്രേക്ക് പിടിച്ചാലാണ് അത് നിൽക്കാൻ സാധ്യത, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയുന്നത് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിലടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.